ഈ 22 മുതൽ ജൂൺ 2 വരെ ലുലു മാളിൽ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ചോക്ലേറ്റ് ഫെസ്റ്റ് നടക്കുകയാണ്. ഈ ഒരു ചോക്ലേറ്റ് ഫെസ്റ്റ് ഈ ഒരു മധുരം കഴിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ എല്ലാ കൗണ്ടേഴ്സിലും കയറി, റൈറ്റ്? ഏതാണ് കണ്ടപ്പോൾ ഒരെണ്ണമെങ്കിലും എടുക്കാം എന്ന് തോന്നിയത് ഏതാ? ടെൽ മീ. അങ്ങനെ ഒരെണ്ണമല്ല, എല്ലാ കൗണ്ടറിൽ നിന്നും ഓരോന്ന് എടുക്കണം എന്നാണ്. ബിക്കോസ് ഐ എം എ ഗ്രേറ്റ് ചോക്ലേറ്റ് ഫാൻ. ഞാൻ ഒരു 1.5 വർഷമായിട്ട് ഷുഗർ കട്ടിങ് ഡയറ്റിലാണ്. 1.5 വർഷമായിട്ട് ഞാൻ ഷുഗർ കഴിച്ചിട്ടേ ഇല്ല. നോട്ട് കോഫി, ടീ ഒന്നുമില്ല. പക്ഷേ എനിക്ക് നോർമലി ഈ ചീറ്റ് ഡേ വരുമ്പോൾ എനിക്ക് ചോക്ലേറ്റ് മാത്രം അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. വേറെ എന്തും കട്ട് ഓഫ് ചെയ്യാം. ഇപ്പോൾ 1.5 വർഷം ഷുഗർ കട്ടിങ്ങിൽ പോലും ഞാൻ കഴിക്കുന്ന ഒരു ഐറ്റമാണ് ചോക്ലേറ്റ്. അതെ. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ചോക്ലേറ്റ്? അങ്ങനെ ഒരു ബ്രാൻഡൊന്നും അങ്ങനെ സ്പെസിഫിക് ആയിട്ടില്ല. അതൊരു ക്രേവിങ്ങിനനുസരിച്ചാണ്. ഇപ്പം ഭയങ്കര ചില സമയത്ത് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കണമെന്നുള്ള ഒരുപാട് നമ്മൾ വർക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഐ ടേക്ക് സം ഓഫ് ദ ബ്രാൻഡ്സ്. പിന്നെ കൂടുതലും പുറത്തുനിന്ന് ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ വരുമ്പം ഒരുപാട് ചോക്ലേറ്റ്സ് കൊണ്ടുവരും. ചോക്ലേറ്റ്സ് ഒരുപാട് കൊണ്ടുവരും. ഇപ്പോൾ എൻ്റെ ഫാമിലി എല്ലാവരും എബ്രോഡ് സെറ്റിൽഡാണ്. അപ്പം ചെറുപ്പം മുതലേ ചോക്ലേറ്റ് ഒരുപാട് കഴിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്. അപ്പം ഇതിങ്ങനെ കാണുമ്പം അയ്യോ എങ്ങോട്ടാണ് ഓടേണ്ടതെന്ന് എനിക്കറിയില്ല. ഐ ആം ഓൾസോ വെരി എക്സൈറ്റഡ് ആൻഡ് താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും എന്നെ ഇവിടെ വന്ന് കാണുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ആക്ച്വലി ജയിലർ റിലീസിന് ശേഷം ലുലുവിൽ ഇതെൻ്റെ 2ാമത്തെ ഇവൻ്റാണ്. അപ്പോൾ കൊച്ചിക്ക് വരുമ്പോഴൊക്കെ പാർട്ട് ഓഫ് സംതിങ് ലുലുവിൻ്റെ ഒരു ഫാമിലിയുടെ പാർട്ടാവുന്നത് ഐ എം റിയലി ഹാപ്പി. ആൻഡ് ഇത് വളരെ സ്പെഷ്യലാണ്. ബിക്കോസ് ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു ഈവൻ്റ് ഇതുവരെ ചെയ്തിട്ടില്ല. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ഫീലായിരുന്നു വരുമ്പോൾ തന്നെ. ആൻഡ് ഐ തിങ്ക് ഐ എം ഗോണ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ഫ്രം ഹിയർ ടുഡേ. ഇതുവരെ 1 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്തിരുന്ന ആ ഡയറ്റൊക്കെ ഇന്ന് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് മുറിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഒരുപാട് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ഫാൻസ്, ചോക്ലേറ്റ് ഫാൻസ്, മുന്ന ഫാൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. വാട്ട് യു വാണ്ട് ടു സേ ടു ദം? ഭയങ്കര സന്തോഷം. ഞാൻ മലയാളത്തിൽ ചെയ്തത് ഒരു സിനിമയാണ്, ബിഗ് ബ്രദർ. അതിനുശേഷം കൂടുതൽ സിനിമകൾ ചെയ്തത് തെലുഗു, തമിഴിലായിരുന്നു. ഞാൻ ജയിലറിൻ്റെ റിലീസിന് ഇവിടെ പ്രൊമോഷൻസിന് വരുമ്പം ആ സമയത്താണ് ഞാനൊരു മലയാളിയായിട്ട് അത്രയും ഹാപ്പി ആയിരുന്നത്. കാരണം ഞാൻ ആ ഒരു അന്യ ഭാഷയിൽ ചെയ്തൊരു സിനിമ ഇവിടെ അത്രയും വലിയ വിജയമാകുകയും ഞാൻ ലുലുവിൽ തന്നെ 30ാമത്തെ ദിവസം വന്ന് ജയിലർ കണ്ടിരുന്നു. അപ്പോൾ ഉള്ളൊരു ഓഡിയൻസ് ക്രൗഡ്, ഇവിടെ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ടൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പി. ആൻഡ് അടുത്ത സിനിമ മലയാളത്തിൽ വരുന്നുണ്ട്. അതിൻ്റെ പ്രൊമോഷൻസിന് എഗെയിൻ ഇവിടെ തന്നെയാണ് വരേണ്ടത്. സോ നിങ്ങളൊക്കെ തരുന്ന ലവ് ആൻഡ് സപ്പോർട്ടിന് വളരെ
കൊച്ചിക്കാർക്കും എൻ്റെ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ലുലു മോളിലാണ്. ഈ 22 മുതൽ ജൂൺ 2 വരെ ലുലു മോളിൽ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ചോക്ലേറ്റ് ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഫെസ്റ്റിന് ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ട്. ഫുള്ള് കയറി ഇറങ്ങിയ കളക്ഷൻസൊക്കെ കണ്ടു. അമേസിങ് ആയിട്ടുണ്ട്. നോർമലി ആർക്കാണല്ലോ ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫാമിലി ആൻഡ് ഫ്രണ്ട്സോടെ ഇവിടെ വന്ന് ഈ ഫെസ്റ്റൊക്കെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ചോക്ലേറ്റ് ബ്രാൻഡ്സും വാങ്ങുക. നമ്മുടെ നാട്ടിൽ മെയ്ഡായിട്ടുള്ള ചോക്ലേറ്റ്സ് മാത്രമല്ല, ഒരുപാട് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രാൻഡ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ഫെസ്റ്റ് ഈ ഒരു മധുരം കഴിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഈ എല്ലാ ചോക്ലേറ്റ്സും കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങുക. താങ്ക് യു.